കൊയിലാണ്ടി ക്ഷേത്രത്തിൽ ആഞ്ഞിടഞ്ഞുണ്ടായ അപകടത്തിൽ ലീലയുടെ മരണം ആനയുടെ ചവിട്ടേറ്റെന്ന് സൂചന. ശരീരത്തിൽ സാരമായി ചതവേറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. അമ്മുക്കുട്ടി, രാജൻ എന്നിവരുടെ മരണകാരണം കെട്ടിടാവശിഷ്ടങ്ങളിൽ വീണതിനെ തുടർന്നാണെന്നും വിവരമുണ്ട്. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുമെന്നുള്ള ഒരു ആശങ്ക അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൽ ഒരാളുടെ മരണം എന്ന് പറയുന്നത് ആനയുടെ ചവിട്ടേറ്റിട്ടാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മേഘ്ന, ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കൊയിലാണ്ടിയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ആനകൾ ഇടഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. അതിൽ 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ഒപ്പം 31 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ 3 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ അവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 3 പേരിൽ മരിച്ചതിൽ അതിൽ ലീല എന്നവർ മരിച്ചിരിക്കുന്നത് അത് ആനയുടെ ചവിട്ടേറ്റാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വലതുഭാഗത്തൊക്കെ തന്നെ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് ചതവാണ്. ആനയുടെ ചവിട്ടേറ്റതിൻ്റെ പാടുകളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിവരം, അതായത് ആനയുടെ ചവിട്ടേറ്റാണ് ലീല മരിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇതോടൊപ്പം ഇവർക്ക് 2 പേരുടെ മരണം കൂടി, രാജനും അതുപോലെ തന്നെ അമ്മുക്കുട്ടി അമ്മയും 2 പേരുടെ കൂടെ മരണം സംഭവിച്ചിരുന്നു. ആ 2 പേരും മരിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് ആന ഇടഞ്ഞതോടുകൂടെ മറ്റൊരു ആനയെ കുത്തുകയും ആ കുത്തിയ ആന പിന്നീട് ചെന്നത് അതിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ ആ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്കാണ്. ആ കെട്ടിടം പൊളിഞ്ഞു വീണുകൊണ്ടാണ് 2 പേരുടെ